ഈ വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇതിലൂടെ ഒരുപാട് വെറൈറ്റി മാങ്ങകൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതുപോലത്തെ ചട്ടികളിലോ അല്ലെങ്കിൽ ഡ്രമ്മുകളിലോ നമുക്ക് മാവിൻ്റെ തൈകൾ കൃഷി ചെയ്യാൻ പറ്റും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് കൃത്യം 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ മാക്സിമം 3 വർഷം കൊണ്ടൊക്കെ നമുക്ക് ഇത്തരം തൈകളിൽ നിന്ന് മാങ്ങ ലഭിക്കുകയും ചെയ്യും. ഇവിടെ ചെയ്തിട്ടുള്ള മാവിനങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. കാറ്റിമോൻ എന്ന് പറയുന്ന മാംഗോ ആണത്. ഇതൊരു തായ്ലാൻഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, ഇതിൻ്റെ നല്ല കടും മഞ്ഞ നിറത്തിലാവുന്ന മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ തീരെ നാരില്ലാത്ത നല്ല കടും മധുരമുള്ള മാങ്ങയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല രുചിയുള്ള മാംഗോ ആണ് കാറ്റിമോൻ എന്ന് പറയുന്നത്. വെറും 2 വർഷം മാത്രം പ്രായമായിട്ടുള്ള ഒരു ചെറിയ തൈയാണത്. എൻ്റെ പൊക്കത്തിലുള്ള ഒരു തൈയാണത്. ഈ തൈയിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊന്നുമല്ല, ധാരാളം പൂവിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ മാവിൻ്റെ തൈ ആയതുകൊണ്ടായിരിക്കാം മാങ്ങ പിടിച്ചപ്പോൾ കുറച്ച് മാങ്ങയാണ് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഒരു ഡ്രമ്മിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഏകദേശം 10ൽ കൂടുതൽ മാങ്ങ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ നമുക്ക് ഒരു ടെറസിൽ ഒരുപാട് വെറൈറ്റി മാങ്ങകൾ വെക്കാൻ പറ്റും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇനം മാംഗോകളുടെ ടേസ്റ്റ് അറിയുകയും ചെയ്യാം. മാങ്ങകൾക്കിടയിൽ വേറെ 1-2 ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. കാക്ടസ് പ്ലാന്റുകളും അതുപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ ചില വെറൈറ്റികളും കാക്ടസിൻ്റെ വെറൈറ്റികളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കാണുന്നത്. ഇനി ഈ കാണുന്ന മാങ്ങയുടെ പേര് കുളമ്പ് എന്നാണ് പറയുക. കുളമ്പ് മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായി ഇങ്ങനെ കൊലകുത്തി കായ്ക്കുന്ന ഒരു ഇനമാണ് കുളമ്പ് മാങ്ങ. അതുമാത്രമല്ല, ഇത് കൂടുതൽ സൈസ് വെക്കൊന്നുമില്ല, പക്ഷേ അകക്കാമ്പ് നല്ല മധുരമായിരിക്കും. അതുമാത്രമല്ല, പുഴുക്കളുടെ ശല്യമോ മറ്റൊന്നും ഇല്ലാത്ത വെറൈറ്റി കൂടിയാണ് കുളമ്പ്. ഒരു ഡ്രമ്മിൽ കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ മാങ്ങ കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് ടേസ്റ്റ് അറിയാൻ പാകത്തിന് ധാരാളം മാങ്ങ നമുക്ക് കിട്ടും. മാവിന് പ്രധാനമായിട്ടും വേണ്ടത് സൂര്യപ്രകാശമാണ്. ടെറസ് ആയതുകൊണ്ട് സൂര്യപ്രകാശത്തിന് യാതൊരു കുറവില്ല. ഇത് ഏകദേശം വെയിൽ എത്തിത്തുടങ്ങി. രാവിലെ 7:30 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്ക് ഈ വെയിലെത്തി തുടങ്ങി. ഇനി ഇത് ഈ വെയിൽ ഇവിടെ വൈകുന്നേരം 4 മണി വരെ ഉണ്ടാവും. ഇതാണ് കുളമ്പ് മാവ്. ഇതും ഇരിക്കുന്നത് കണ്ട ഒരു ചെറിയൊരു ഡ്രമ്മിലാണ്. ഈ ഡ്രമ്മ് നമുക്ക് ഈ റോഡ് പണിക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഡ്രമ്മാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഭംഗിയാക്കാം, പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കാം. കൊമ്പ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കയറുകൊണ്ടൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ കൊമ്പ് മുറിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഈ കാണുന്നതാണ് നാംഡോക്ക് മൈ എന്ന് പറയുന്നത്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറിലേക്ക് വരുന്ന വെറൈറ്റിയാണ് നാംഡോക്ക് മൈ. ഇതും തായ്ലാൻഡിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാംഗോ ആണ്. ഈ ഒരു മരത്തിൽ
ചെറിയൊരു പ്ലാന്റാണ് കണ്ട. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ കായ്ച്ച നിൽക്കുന്ന ബ്രാഞ്ച് നാംഡോക്മയും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് വേറൊരു മാങ്ങയാണ് കേട്ടോ. ഹോങ്സിയാങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതും തായ്ലാൻഡ് വെറൈറ്റി തന്നെയാണ്. അത് പക്ഷേ ഈ പ്രാവശ്യം കായ പിടിച്ചിട്ടില്ല. ഏകദേശമൊക്കെ പഴുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ ഏകദേശം ഇങ്ങനെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്രശസ്തമായ നാംഡോക്മൈ എന്ന് പറയുന്ന മാങ്ങ. നമ്മുടെ മാർക്കറ്റുകളിലൊന്നും ഇപ്പോഴും ഈ മാങ്ങകളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. തായ്ലാൻഡിലൊക്കെ ടൂറ് പോയ ആളുകളൊക്കെ ഈ മാംഗോ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. തൊട്ടടുത്തൊരു മാവുണ്ട്, അതും നാംഡോക്മൈ തന്നെയാണ്. ഇങ്ങനെ നന്നായിട്ട് കായ പിടിക്കുന്ന വെറൈറ്റിയാണ് നാംഡോക്മൈ. ഉണ്ട്, അവിടെ ധാരാളം കായ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഓരോന്നും ഒരു 800 ഗ്രാം തൂക്കത്തേക്കൊക്കെ വരും. ഒരു kg ഒക്കെ അടുത്ത് സൈസ് വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്ന നാംഡോക്മൈ. ഇതുപോലെ നമുക്ക് ടെറസിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ബനാന മാംഗോ, ചാങ്ഡിയാൻ എന്നൊക്കെ വിളിക്കും. നീളത്തിലുള്ള മാങ്ങ അവിടെ താഴെ കായ്ച്ച് നിൽക്കുന്നുണ്ട്, ഞാൻ വീഡിയോ കാണിച്ചു തരാം. അതുപോലെ തന്നെ സൂപ്പർ ക്യൂൻ മാംഗോ, വളരെ മിതമായ പരിചരണം മാത്രം ആവശ്യമുള്ള പ്ലാന്റാണ് മാംഗോ എന്ന് പറയുന്നത്. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല. ഇതുപോലെ ടെറസിൽ മാവും തൈകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി, നമ്മൾ ഹെൽപ്പ് ചെയ്യാം. നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂട്ടുകാരെ, ഈ ചട്ടിയിലിരിക്കുന്ന വെറൈറ്റീൻ്റെ പേര് സൂപ്പർ ക്യൂൻ എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഏകദേശം 1.5 കിലോയോളം തൂക്കം വരുന്ന വെറൈറ്റിയാണ് സൂപ്പർ ക്യൂൻ എന്ന് പറയുന്നത്. തീരെ നാരില്ലാത്ത വളരെ ചെറിയ വിത്ത് മാത്രമുള്ള ഒരു വെറൈറ്റിയാണ് സൂപ്പർ ക്യൂൻ എന്ന് പറയുന്നത്. കഴിക്കാൻ ധാരാളം കാമ്പുള്ള വെറൈറ്റിയാണ് ഈ വെറൈറ്റി. ഇതിൻ്റെ തൂക്കം തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. ഇപ്പം എൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു വെറൈറ്റി കണ്ടോ. ഇതാണ് സൂപ്പർ ക്യൂൻ. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പം ഈ സൈസ് മനസ്സിലായിക്കൊള്ളുന്നില്ല. യഥാർത്ഥത്തിൽ ഏകദേശം ഒരു മാങ്ങനെ 1.5 കിലോയോളം തൂക്കം, 1.5 കിലോൻ്റെ മുകളിൽ തൂക്കം വരുന്ന വെറൈറ്റിയാണ് സൂപ്പർ ക്യൂൻ എന്ന് പറയുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ പിടിക്കുന്ന വെറൈറ്റി തന്നെയാണ് സൂപ്പർ ക്യൂന്. ഇതിപ്പോൾ ആദ്യമായിട്ട് കായ്ക്കുകയാണ്. ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം 2 വർഷം മാത്രമേ പ്രായമായിട്ടുള്ള പ്ലാന്റാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ആദ്യമായിട്ട് കായ്ക്കുന്നതുകൊണ്ടാണ് ഇത് വളരെ കുറഞ്ഞ മാമ്പഴം കാണുന്നത്. എല്ലാ ബ്രാഞ്ചിലും നന്നായിട്ട് മാങ്ങ ഉണ്ടാവും ഈ സൂപ്പർ ക്യൂൻ എന്ന് പറയുന്ന വെറൈറ്റിയിൽ. ഇതും നമുക്ക് ടെറസിൽ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ നമുക്ക് ടെറസിൽ വെക്കാൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റിയാണ് കാലാപ്പാടി എന്ന് പറയുന്ന ഈ മാങ്ങ. നല്ല രുചിയുള്ള മാങ്ങയാണ് കാലാപ്പാടി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പ്രത്യേകത അൽഫോൺസ മാങ്ങോൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും. നല്ല തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് പുഴുക്കളുടെ ആക്രമണമൊക്കെ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പുഴുക്കുത്തുണ്ടാവില്ല. തീരെ നാരില്ലാത്ത നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഈ പറയുന്ന കാലാപ്പാടി എന്ന് പറയുന്ന മാംഗോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 1-ൽ കൂടുതൽ പ്രാവശ്യം പൂവിടുന്ന വെറൈറ്റിയാണ് കാലാപ്പാടി. ഇതിൻ്റെ കളർ തന്നെ കണ്ട ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിൻ്റെ കളറ്. അത്ര വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള മാംഗോ ആണ് കാലാപ്പാടി എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെറസിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റികളുണ്ട്. ഈ കാണുന്ന വെറൈറ്റിയാണ് ചാങ്ഡിയാൻ എന്ന് പറയുന്ന ബനാന മാംഗോ. ഏകദേശം ഒരു 4 വർഷം മുമ്പാണ് ഞാൻ ഈ പ്ലാന്റ് മണ്ണിൽ വെച്ചത്. മണ്ണിൽ വെച്ചതുകൊണ്ട് തന്നെ മണ്ണിൽ വെച്ചാൽ പിന്നെ പ്ലാന്റിൻ്റെ പ്രത്യേകത അത് വളരാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളർന്നതിന് ശേഷമാണ് അതിൽ കായ പിടിച്ചിട്ടുള്ളത്. ഇതിലെ മാംഗോ ഞാൻ കാണിച്ചു തരാം. അടിപൊളി മാംഗോ ആണ്. ഈ കാണുന്ന വെറൈറ്റിയാണ് ബനാന മാംഗോ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല നീളത്തിലുള്ള മാംഗോ ആണ് ബനാന മാംഗോ എന്ന് പറഞ്ഞത്. ഏകദേശം ഇതിൻ്റെ നീളം കണ്ടങ്ങൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. നന്നായിട്ട് കായ പിടിക്കുന്ന വെറൈറ്റിയാണ് ഈ കാണുന്ന ബനാന മാംഗോ. ഇതുപോലെ ടെറസിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ബനാന മാംഗോയും. അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കുന്ന ഇനമായതുകൊണ്ട് ഇതും ഏകദേശം 1 കിലോൻ്റെ അടുത്ത് തൂക്കം വരും കേട്ടോ. ഇതിനി 1 മാസത്തെ വളർച്ചയും കൂടി ഈ മാങ്ങക്കുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം പൂവിട്ടിട്ട് കായ പിടിച്ചിട്ട് 1 മന്ത് ആയിട്ടുള്ളൂ. ഇനി ഏകദേശം 1 മാസത്തെ വളർച്ചയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഏകദേശം 1 കിലോയോളം തൂക്കത്തേക്ക് വരും. 800 മുതൽ 1.5 കിലോ വരെ തൂക്കം വരുന്ന ഇനമാണ് ഈ പറയുന്ന ബനാന മാംഗോ. ഇതിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. നീളത്തിലാണ്. കാരണം വളരെ കനം കുറഞ്ഞ വിത്താണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. വളരെ കനം കുറഞ്ഞ വിത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കഴിക്കാനും നന്നായിട്ട് കാമ്പുണ്ടാവും. ഇതുപോലെ ചെറിയൊരു മരമാണത്. മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിൽ പ്ലാന്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പ്രൂണിങ് ചെയ്താൽ നമ്മൾ കൺട്രോളിൽ ഇങ്ങനെ പ്ലാന്റിനെ നമുക്ക് ഒതുക്കി വളർത്തി കൊണ്ടുപോകാനും പറ്റും. ഇതാണ് ചാങ്ഡിയാൻ എന്ന് പറയുന്ന ബനാന മാംഗോ. അപ്പോൾ ഇങ്ങനെ ധാരാളം ഇനം മാംഗോ വിദേശ ഇനങ്ങളാണ് ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ. ഇതുപോലെ മൂവാണ്ടനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചട്ടിയിൽ വളർത്താൻ പറ്റും. മൂവാണ്ടൻ പറ്റും. അതുപോലെ തന്നെ സിന്ദൂരം നന്നായിട്ട് കായ പിടിക്കും. ഡ്രമ്മിലൊക്കെ നന്നായിട്ട് കായ പിടിക്കുന്ന വെറൈറ്റിയാണ് സിന്ദൂരം എന്ന് പറയുന്ന മാംഗോ. ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള മാവിനങ്ങൾ മാത്രം നമ്മൾ വളർത്താൻ ശ്രദ്ധിക്കുക. ടെറസിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇനം നമുക്കൊരു വർഷം ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. തൈകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ എത്തിച്ചു തരും തൈകൾ. ഇതുപോലെ ടെറസിൽ സെറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സഹായങ്ങളും ചെയ്തു തരും. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.